നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹാൻഡ് ഫീഡിങ് അറിയാത്ത ആളുകൾക്ക് അത് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഹാൻഡ് ഫീഡിങ് എന്ന് പറയുന്നത് ബേർഡ്സിനെ കീപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹാൻഡ് ഫീഡിങ് അറിയാവുന്നത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ എൻ്റെ ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്യാറില്ല, പകരം പാരൻസ് തന്നെ റേസ് ചെയ്തിട്ട് ഇറക്കുന്നതാണ് എനിക്കിഷ്ടം. അത് ആ പാരൻസിനോട് അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കുക എന്ന് പറയുന്നത് ആ പാരൻസിനോട് ചെയ്യുന്ന ഒരു നീതികേടാണ് എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. പക്ഷേ അതല്ല ശരി. ഒരുപക്ഷെ അവർ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ മറു സൈഡ് എന്ന് പറയുന്നത് ഈ പാരൻസിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ, മീൻസ് അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുക, പാരൻസിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ വേണ്ട ഒരു സംഗതിയാണ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം ചില പാരൻസിന് 5 or 6 കുഞ്ഞുങ്ങൾ ഉണ്ടാവാം, ഒരൊറ്റ ബ്രീഡിങ്ങിൽ തന്നെ 6 കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. ചിലപ്പം ഓരോ എഗ്ഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് ഏകദേശം 2 ആഴ്ചയിൽ കൂടുതൽ സമയം എടുക്കാം. ഒരു കുഞ്ഞ് വിരിഞ്ഞു, അവസാന കുഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ 2 ആഴ്ചയോളം സമയം എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വലിയ കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ആ ബേർഡ്സിനെ കീപ്പ് ചെയ്യുന്ന ആൾ ചെയ്യേണ്ടി വരും. കാരണം വലിയ പാരൻസ് ഫീഡുമായിട്ട് വരുന്ന സമയത്ത് മുഴുവൻ ഈ വലിയ കുഞ്ഞുങ്ങൾ ഫീഡ് വാങ്ങി കഴിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ വലിയ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് 1-2 കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മൾ ഫീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഹാൻഡ് ഫീഡിങ് എന്ന് പറയുന്ന സംഗതി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ എല്ലാം നമ്മൾ ഈ ഹാൻഡ് ഫീഡിങ് എന്ന് പറയുന്നത് ഒരു ബേർഡ്സിനെ കീപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ പല ആളുകൾക്കും വരുന്ന പേടി, ഈ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് ക്രോപ്പിലല്ല, അത് ലങ്സിലേക്ക് പോകും, അങ്ങനെയൊക്കെയുള്ള പേടികളൊക്കെയാണ് പലർക്കും. ഞാൻ എങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള എല്ലാ പേടിയും നമുക്ക് ഇന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരൊറ്റ കാര്യം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നമ്മളിങ്ങനെ ആളുകൾക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു തെർമോമീറ്റർ വാങ്ങുക. ഇത് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫാരൻഹീറ്റും ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസിലും 2 രീതിയിലും ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് ഫാരൻഹീറ്റിലേക്കാവും. അവിടെ F എന്ന് കാണിക്കാം, മനസ്സിലായി? അത് 98 നമ്മൾ പനിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന മൂഡാണ്. അതുപോലെ തന്നെ വീണ്ടും ഓഫാക്കുക, വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഫാരൻഹീറ്റ് മാറിയിട്ട് ഡിഗ്രി സെൽഷ്യസ് ആകാൻ പറ്റും, മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് ഇങ്ങനെ മാറി വരുന്ന കാണാം. അപ്പോൾ 32, 33 കണ്ടോ? ഇത് മനുഷ്യൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി ടെമ്പറേച്ചറിലേക്ക് ആണിത് കാണിക്കുന്നത്. അതിൻ്റെ അഗ്രഭാഗത്ത് ഒരു സ്റ്റീലിൻ്റെ ഭാഗം ഉണ്ടാവും, അവിടെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ 36 ഡിഗ്രിയിലാണ് നമ്മൾ ഹാൻഡ് ഫീഡ് ഫോർമുല ബേർഡ്സിന് കൊടുക്കുന്നത്. 36 ആണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തു കഴിഞ്ഞ സമയത്ത് തന്നെ ഇതിൻ്റെ ദഹനം ബേർഡ്സിൽ കുഞ്ഞുങ്ങളിൽ ആരംഭിക്കും. ഓക്കെ, അപ്പോൾ അത് ചൂട് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അത് ബോഡി ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ടാണ് ബേർഡ്സിൻ്റെ ശരീരത്തിൽ അത് ദഹനം സംഭവിക്കുകയുള്ളൂ. കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോപ്പ് ബേണായി പോകും, മനസ്സിലായില്ല? അപ്പം 36ൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ആദ്യം തന്നെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നല്ല വൃത്തിയുള്ള ഒരു സ്റ്റീൽ പാത്രവും അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഹാൻഡ് ഫീഡിങ് ഫോർമുല തയ്യാറാക്കേണ്ടത് അതിന് അനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക. ഹാൻഡ് ഫീഡിൻ്റെ സിറിഞ്ച് വളരെ നീറ്റായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഉള്ളിൽ യാതൊരുവിധ ഫുഡിൻ്റെ വേസ്റ്റും ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വെച്ചിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സിറിഞ്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് എടുക്കുക. ഓരോരുത്തരുടെയും ബേർഡ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള അളവാണ് എടുക്കുന്നത്. മീൻസ് ഒരിക്കലും വേസ്റ്റ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് നമ്മുടെ കിച്ചണിലെ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് ചൂടാക്കിയെടുക്കുക.
ചൂടാക്കുന്നത് ഒരു ഓവർ തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യം ചൂടായിട്ട് ജസ്റ്റ് കുമിളകൾ വന്നു തുടങ്ങുമല്ലോ, മീൻസ് ആ ഒരു ടെമ്പറേച്ചർ മതിയാവും. ഓവറായിട്ട് തിളപ്പിച്ചിട്ട് അത് അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ ഏതാണോ ഹാൻഡ് ഫീഡിങ് ഫോർമുല ഉപയോഗിക്കുന്നത്, A90 ആണ് പല ആളുകളും യൂസ് ചെയ്യുന്നത്, അത് എടുക്കുക. അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തന്നെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് അതിലേക്ക് ആവാത്ത വിധം സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവ് ഈ ഒരു സ്റ്റീൽ ബൗളിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടൈറ്റ് എന്ന് പറയുന്നത് ഒരു ദോശ മാവിൻ്റെ പരുവം, മീൻസ് നമുക്ക് സ്പൂണിലാക്കിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് സ്പൂണിൽ നിന്നും മുഴുവനായിട്ട് കപ്പിലേക്ക് വീഴുന്ന രീതിയിലുള്ള ഒരു ടൈറ്റ്, ആ ഒരു റേഷ്യോയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം കുറച്ച് പൊടി ഇട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആ ടൈറ്റ് നിങ്ങൾക്ക് വേണ്ടത്ര വന്നിട്ടില്ല എങ്കിൽ വീണ്ടും കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ നിങ്ങൾക്ക് പൊടിയിട്ടാൽ മതിയാവും. ഓവർ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ടൈറ്റായി പോകും. ടൈറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് സിറിഞ്ചിൽ വലിച്ചെടുക്കാനോ അതുപോലെ തന്നെ ബേർഡ്സിനെ അത് ഫീഡ് ചെയ്യാനോ നിങ്ങൾക്ക് വളരെയധികം പ്രയാസം വരും. അതുപോലെ തന്നെ ഇനി ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇളക്കി അങ്ങനെ തണുപ്പിച്ചെടുക്കാം. അതല്ല ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സ്റ്റീൽ പാത്രത്തിനെ ഇറക്കി വെച്ച് അങ്ങനെ നിങ്ങൾക്ക് ഇളക്കി അങ്ങനെയും നിങ്ങൾക്ക് ഇതിനെ 36 ഡിഗ്രിയിലേക്ക് തണുപ്പിച്ചെടുക്കാം. അതിൻ്റെ താഴേക്ക് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 36 നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രിയിലേക്ക് നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത് സിറിഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ള അളവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് വലിച്ചെടുത്തതിന് ശേഷം 2 വിരലുകൾക്കിടയിൽ, അതായത് നമ്മുടെ മോതിര വിരലും അതുപോലെ തന്നെ നടുവിരലിനും ഇടയിലായിട്ട് ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളുടെ തല ഹോൾഡ് ചെയ്തിട്ട് പിടിക്കുക. അതുപോലെ തന്നെ പെരുവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടും ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളുടെ ചുണ്ടിൻ്റെ 2 ഭാഗത്തായിട്ട് പിടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾക്ക് ഒരു ഷെയ്ക്ക് ചെയ്യുന്ന ഒരു ആക്ഷൻ വരും. അതായത് അവർ ഫുഡ് എടുക്കാൻ റെഡിയായി എന്നതാണ് അതിനർത്ഥം. ആ ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനെ സിമ്പിളായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ആക്ഷൻ വന്നിട്ടേ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാവൂ. അതാണ് ഏറ്റവും ബെറ്റർ. മനസ്സിലായില്ലേ? നിങ്ങൾ ക്രോപ്പ് നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്ക് ക്രോപ്പിലേക്ക് ഇറക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ നീഡിൽ ക്രോപ്പിലേക്കാണോ അതല്ല ലങ്സിലേക്കാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇടത് ഭാഗത്ത് നിന്നും വലത് ഭാഗത്തേക്ക് കുഞ്ഞുങ്ങളുടെ, അതല്ലെങ്കിൽ നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് നോക്കുമ്പം നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിലേക്ക് ആണ് ഇതിൻ്റെ ക്രോപ്പിൻ്റെ നീഡിൽ ഇറക്കിയിട്ട് കൊടുക്കുന്നത്. ഒരിക്കലും തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കേസില്ല. നിങ്ങൾക്ക് ക്രോപ്പ് നീഡിൽ സാവകാശം സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രോപ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അതിന് ശേഷം മാത്രം സിറിഞ്ചിൽ നിന്നും ഫീഡ് അടിച്ചാൽ മതിയാവും. ഇങ്ങനെ ഈ ക്രോപ്പ് നീഡിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫീഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഒരുപാട് കുഞ്ഞുങ്ങളെ എത്ര ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇത് ഒരു സ്പൂണിൽ കോരിയിട്ട് കുഞ്ഞുങ്ങളുടെ വായിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ മോതിരവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടയിൽ ഹോൾഡ് ചെയ്തിട്ട് പിടിക്കുക തല. എന്നിട്ട് ചൂണ്ടുവിരൽ കൊണ്ടും പെരുവിരൽ കൊണ്ടും നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളുടെ വായിൻ്റെ ചുണ്ടിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആക്ഷൻ വരും. ആക്ഷൻ വരുന്ന സമയത്ത് സ്പൂണിൽ കോരിയിട്ട് നിങ്ങൾക്ക് വായിലേക്ക് കുറേശ്ശെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിക്കും. പക്ഷേ അതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് സാവകാശം മാത്രമേ അവരെ നമുക്ക് ഫീഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരേ സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ
പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അതിലുള്ളൂ. ബാക്കി ഒന്നും ഒരു പ്രശ്നമില്ല. ഇനി അതല്ല, സ്പൂണിന് പകരം നിങ്ങൾക്ക് നോർമൽ സിറിഞ്ച് ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. വായിലേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവർ കഴിച്ചോളും. ഓക്കെ, അപ്പം അതൊക്കെ വളരെ സിമ്പിളായിട്ടാണ്. ക്രോപ്പ് നീഡിൽ ഉപയോഗിച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഒറ്റയടിക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്ലസ് മാത്രമേ അതിലുള്ളൂ. പിന്നെ എപ്പോഴും ഇത് ധൃതി പിടിച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഗതി അല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ കുഞ്ഞുങ്ങളെ പിടിക്കുമ്പം ഒരുപാട് ഓവർ ടൈറ്റായിട്ട് കുഞ്ഞുങ്ങളെ ഒരിക്കലും നിങ്ങൾ പിടിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞത് നിങ്ങൾ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ച് ഈ ഒരു ബാസ്ക്കറ്റിനകത്തേക്ക് ആക്കുന്ന സമയത്തും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം അവരുടെ തല എപ്പോഴും ഉയർത്തിപ്പിടിക്കുക, എന്നിട്ട് ബാക്കി വിരലുകൾ കൊണ്ട് അവരുടെ ബോഡിയെ താങ്ങി കൊടുക്കുക. ആ ഒരു രീതിയിലാണ് ഇതിനെ ഹോൾഡ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ ഫീഡ് ചെയ്തിട്ടുള്ള ഫീഡ് അതിൻ്റെ മൂക്കിലേക്ക് കൂടി കയറിപ്പോകാനും ഉള്ള ചാൻസസൊക്കെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രോപ്പ് നിങ്ങൾ ഒരിക്കലും ഫുള്ളാക്കി ഭയങ്കര ടൈറ്റാക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഫീഡ് ചെയ്യരുത്. എപ്പോഴും ക്രോപ്പിൽ ഒരല്പം ലൂസ് വരുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ ഫീഡ് ചെയ്യാവൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അളവ് കുറച്ചിട്ട് അതിൻ്റെ എണ്ണം കൂട്ടുക. മീൻസ് ഒരു കുഞ്ഞിനെ നിങ്ങൾ 3 നേരം, രാവിലെ ഒരു 8 മണി, ഉച്ചയ്ക്ക് ഒരു 2 മണി, രാത്രി ഒരു 8 മണിക്കാണ് നിങ്ങൾ ഒരു 20 ml വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നത് എങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് 10 ml ആക്കിയിട്ട് 6 നേരം അല്ലെങ്കിൽ 5 നേരം ഫീഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആകുമ്പം ആ കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 36 ഡിഗ്രിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കും ഗ്രോത്ത് കൂടുതലാണ്. കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് കുറയുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു 2 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കാം. അതുപോലെ തന്നെ ബേർഡിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചർ അത് നിങ്ങൾ ഓവർ തണുപ്പുള്ള ഏരിയയിലൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡ് ദഹിക്കാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് കുറവായിരിക്കും. ചിലപ്പോൾ ഗ്രോത്ത് സ്റ്റക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്, ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ കൊടുക്കുന്ന ഫുഡിൻ്റെ ടെമ്പറേച്ചറും തമ്മിൽ മാച്ച് ആവാത്ത ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ധൃതി പിടിച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഗതി അല്ല. ഓക്കെ, എപ്പോഴും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹാൻഡ് ഫീഡിങ് ഫോർമുല ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പാരൻസിൻ്റെ ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾ നിർമ്മിക്കുന്ന ഫീഡ് മാത്രം ഫീഡ് ചെയ്യുക. അല്ലാത്ത ഈ നമ്മൾ ഈ ധാന്യങ്ങളൊക്കെ പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഫീഡ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാർ ചെയ്തിട്ട് കൊടുക്കുന്നത് അതൊരു ഉചിതമല്ല എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും 2 കമ്പനിയുടെ ഫോർമുല വാങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരിക്കലും കൊടുക്കരുത്. അതിലും നിങ്ങൾക്ക് അതും ഉചിതമല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തയ്യാർ ചെയ്ത ഫോർമുല ബാക്കിയുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയോ അത് പിന്നീട് ഒരു സമയത്ത് കൊടുക്കാനോ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ മുതിർന്ന ബേഡ്സിലേക്ക് അപ്പം തന്നെ ഫീഡ് ചെയ്യുക. അതവർക്ക് അതും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ ഹാൻഡ് ഫീഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ വീഡിയോ കണ്ടിട്ട് എടുക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. താങ്ക് യു.